യെസ്, അപ്പോൾ അടുത്ത ടോപ്പിക് നമുക്ക് വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് വാർ എന്നുള്ളതാണ്. സോ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മാക്സിമം പ്രോബബിൾ ലോസ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഫോർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം അറ്റ് എ പർട്ടിക്കുലർ ലെവൽ ഓഫ് കോൺഫിഡൻസ്. സോ അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏരിയ ആയതുകൊണ്ട് അത് വിട്ടേക്കുക. സോ ഇതൊന്നും ഓൾറെഡി നമ്മൾ പറഞ്ഞു. മോഡൽ ഡിറൈവ് ചെയ്ത മാത്തമാറ്റിക്കൽ ആ ഒരു നോർമൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. സോ അതും വിട്ടേക്കാം. ഓക്കെ, യെസ്, ഈ ഏരിയ ഒന്നും വായിക്കാൻ വേണ്ട. നമ്മൾ പറഞ്ഞ മോഡൽ നേരത്തെ തന്നെ നോട്ട് എഴുതുന്നുണ്ടായിരുന്നല്ലോ. ആ നോട്ട് ഞാൻ പറഞ്ഞു തന്നപ്പോൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ഇനി എഴുതാനുള്ള ഓപ്ഷൻ ഇനി വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. സോ കാൽക്കുലേഷൻ ഓഫ് വാർ അതും നമ്മൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഒന്നും എഴുതണ്ട, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് വാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് 3 മോഡൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ മോഡൽ ഫസ്റ്റ് മോഡൽ വെച്ചാൽ ഒരു ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഡാറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് വൊളാറ്റിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ വാർ കമ്പ്യൂട്ടേഷൻ വേണ്ടി കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അനാലിസിസിന്റെ ബേസിസ് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ അറ്റ് റിസ്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ എപ്പോഴും നമുക്കറിയാം ഫ്യൂച്ചർ നമ്മൾ എന്തിനാണ് വെച്ച് പ്രഡിക്റ്റ് ചെയ്യുക, പാസ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തത് സിമുലേഷൻ മെത്തേഡ്. പലപ്പോഴും നമുക്കൊരു വ്യക്തമായൊരു ക്ലാരിറ്റി ഇല്ലാണ്ടാവുമ്പോൾ നമുക്കൊരു പ്രഡിക്ഷൻ ഫോർകാസ്റ്റിംഗ് നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് തൊട്ടേ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ മോണ്ടെ കാർലോ സിമുലേഷൻ അല്ലെ. നമ്മൾ ഡിഫറെന്റ് റാൻഡം നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു റാൻഡംലി എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അനലൈസ് ചെയ്യണം. അതും ഒരു മോഡൽ തന്നെയാണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ് എന്ത് ചെയ്യും, യൂസ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ 2 മെത്തേഡുകൾ ജസ്റ്റ് ഹെഡിങ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹിസ്റ്റോറിക്കൽ മെത്തേഡും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡും ഉണ്ട്. അത് കൂടാതെ നമ്മൾക്ക് യൂസ് ചെയ്യുന്നതാണ് വാരിയൻസ്, കോവേരിയൻസ്, അനലിറ്റിക്കൽ പാരാമെട്രിക് മെത്തേഡ് എന്നുള്ളത്. ആക്ച്വലി അതാണ് നമ്മളിവിടെ പഠിക്കാൻ നമ്മുടെ സിലബസിൻ്റെ അകത്ത് കവർ ചെയ്യുന്ന മോഡൽ ബേസ്ഡ് ഓൺ ദി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, നമ്മുടെ കുറച്ച് ഡാറ്റ, ഓക്കെ, പാസ്റ്റ് ഡാറ്റനെ എന്ത് ചെയ്ത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇതിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂസിങ് വാരിയൻസ് അല്ലെ, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നൊക്കെ നമ്മൾ SFM-ലൊക്കെ പഠിക്കുന്ന പോലെ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റിലൊക്കെ പഠിക്കുന്ന പോലെ ഒരു ഡാറ്റ സെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് ആ ഒരു മോഡലാണ് നമ്മൾ വൈഡ്ലി യൂസർ ആയിട്ടുള്ളത്. അതാണ് നമ്മൾ ഏത് മോഡൽ, മൂന്നാമത്തെ വാരിയൻസ് അഥവാ കോവേരിയൻസ്, അനലറ്റിക് ആൻഡ് പാരാമെട്രിക് ഓർ ഡിഫറെന്റ് സെയിം മെത്തേഡിനെ തന്നെ ഡിഫറെന്റ് പേരുകൾ വിളിക്കുന്നതാണ്. ആ ഒരു മെത്തേഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോർട്ട്ഫോളിയോ വേരിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാറൊക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ഈ മൂന്നാമത് പറഞ്ഞ അപ്രോച്ചാണ്, ദാറ്റ് ഈസ് വേരിയൻസ് കോവേരിയൻസ് അപ്രോച്ച് ആണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. മോഡൽ ബിൽഡിംഗ് അപ്രോച്ച്. ഓക്കെ, ഈസ് ദ മോസ്റ്റ് പോപ്പുലർലി യൂസർ ആൻഡ് ദസ് ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ദ ഡിസ്കഷൻ. അതായത് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചില അസംഷൻസ് ഉണ്ട്, ലൈക്ക് ഒരു വർഷത്തിൽ നമ്പർ ഓഫ് ട്രേഡിംഗ് ഡേയ്സ്, അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ട്രേഡിംഗ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 252 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് അസംഷൻ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. 200 ക്വസ്റ്റ്യൻ ഒക്കെ തരുമ്പോൾ അവർ പറയും assume that 252 വർക്കിംഗ് ഡേയ്സ്, കാൽക്കുലേറ്റ് ദ വാർ ഫോർ എ ഗിവൺ പീരീഡ് ഓഫ് 10 days എന്നൊക്കെ, 10 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ അവർ പറയും. ജസ്റ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് അങ്ങനെ കാണുമ്പോൾ അതിന് പ്രത്യേകിച്ച് കമ്പ്യൂട്ടേഷൻ പ്രത്യേകിച്ച് റെലവൻസ് ഒന്നും ഇല്ല. ഒരു സ്റ്റാൻഡേർഡ് അസംഷൻ ആണ് 252 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതൊക്കെ വിട്ടേക്ക്, ഈ ഒരു കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാർ ഈസ് ഈക്വൽ ടു പറഞ്ഞേ ഡെയിലി ലോസ് മൾട്ടിപ്ലൈഡ് ബൈ സെഡ് സ്കോർ മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ, ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഇതിന്റെ ആവശ്യം നമുക്കുള്ളൂ. ഓക്കെ, സോ നമുക്ക് സോൾവഡ് കേസ് 4 ഒന്ന് നോക്കാം. സോ ക്വസ്റ്റ്യനിനകത്ത് പറയുന്നത് ഒരു ഡോക്ടർ ഉണ്ട്. ഓക്കെ, ഡോക്ടർ ഷെൽഡൻ, അദ്ദേഹത്തിന് 10 മില്യൺ ഷെയർസ് ഉണ്ട്. ഓക്കെ, സത്യം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ. സോ 10 മില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 CR ആണ് അല്ലേ. ദെൻ ഈ ഇൻട്രസ്റ്റഡ് ടു നോ ദ മാക്സിമം ലോസ് ലെവൽ ഓവർ എ പീരീഡ് ഓഫ് 10 days given that 99% എന്തുണ്ടെങ്കിൽ കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ ആൻഡ് ഓൾസോ ഗിവൺ ദാറ്റ് ഇയർലി വൊളാറ്റിലിറ്റി. ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് ഡെയിലി ലോസ് ആണ് അല്ലേ. അപ്പൊ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ ക്വസ്റ്റ്യനകത്ത് എന്നുള്ളത് ഇയർലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം, പെർ ഡേ അല്ലെങ്കിൽ ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലോട്ട് മാറ്റണം. താഴെ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഒരു ഡോക്ടർ അമി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ വാർ വാല്യൂ അറ്റ് റിസ്ക് അനലൈസ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു. ദെൻ അങ്ങനെ ഒരു വാല്യൂ അറ്റ് റിസ്ക് കണ്ടുപിടിക്കുകയാണ് 99% കോൺഫിഡൻസ് ലെവലിൽ. ദെൻ അവിടെ ഒരു പോയിന്റ് ലാസ്റ്റ് പറയുന്നുണ്ട്, ദ ഡെയിലി വൊളാറ്റിലിറ്റി അസ്യൂം ദാറ്റ് 6% ഓഫ് എന്ത് ആനുവൽ വൊളാറ്റിലിറ്റി. ഓക്കെ,
ആ ഒരു നമുക്ക് വേണ്ടത് ഡെയിലി വൊളാറ്റിലിറ്റി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ആനുവൽ വൊളാറ്റിലിറ്റി തന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ഡെയിലി വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് ആനുവൽ വൊളാറ്റിലിറ്റി എത്ര പെർസെൻറ്റേജ് ആണ്, 6% ആണ്. അതും ഒരു സ്റ്റാൻഡേർഡ് അസംഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. സോ വാർ ഈസ് ഈക്വൽ ടു അല്ലേ, സോ ഒന്ന് ഡെയിലി ലോസ്. ആ ഡെയിലി ലോസിന് നമുക്ക് എന്ത് വേണം, വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റും അതിന്റെ കറസ്പോണ്ടിങ് നമ്മുടെ പെർസെൻറ്റേജ് വേണം. ഓക്കെ, 6% ആണ് ആനുവൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 6% ആണ് ഡെയിലി വരുന്നത് അല്ലേ. അപ്പോൾ ആനുവൽ 32% അല്ലേ. സോ 32%ന്റെ എത്ര എടുക്കുക, 6% എടുക്കുക. സോ 32 ഇൻറ്റു 6% കംസ് ടു ഒരു നമുക്ക് വരുന്നത് 1.92 അല്ലേ. സോ 1.92 ആണ് നമ്മളെ ഡെയിലി ലോസ് വരുന്നത്, ഡെയിലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 2% എടുക്കുകയാണ്. സോ ക്വസ്റ്റ്യനിലാണെങ്കിലും 1.92% ആൻസർ കിട്ടുമ്പോൾ അതിനെ 2% എടുക്കുകയാണ്. സോ അപ്പോൾ ഡെയിലി ലോസ് കാണാനായിട്ട് 1 CR ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. 10 മില്യൺ എന്ന് പറയുമ്പോൾ 1 കോടി ഇൻറ്റു 2% എന്ന് പറയുമ്പോൾ 2 lakhs ആണ് നമുക്ക് കിട്ടുക അല്ലേ. സോ ഡെയിലി ലോസ് ഈസ് ഈക്വൽ ടു 2 lakhs. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ക്വസ്റ്റിൻ്റെ അകത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു 99% കോൺഫിഡൻസ് ലെവൽ. സോ സെറ്റ് സ്കോർ ഫിക്സഡ് ആണ് 2.33 അല്ലേ. ദെൻ എത്ര ദിവസത്തിനുള്ളതാണ്, 10 വർക്കിംഗ് ഡേയ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ഓഫ് ഡേയ്സിൻ്റെ അവിടെ 10 വരും. ഓൾറെഡി നമ്മളിവിടെ ചെയ്തതല്ലേ. സോ സെയിം 2 lakhs ഇൻറ്റു 2.33 മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 10. ഓക്കെ, സോ സെയിം ആൻസർ ആയിരിക്കും നമുക്ക് വരുന്നത് 14,73,621. സോ തിരിച്ച് ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ മാത്രം ജസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ 14,73,621 ആണ് വരുന്നത്. സോ ഇത് ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തതാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ അതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഓക്കെ അല്ലേ.